everyone, welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ഒരു സൺഡേ ആയതുകൊണ്ട് ഒരു കാഞ്ഞങ്ങാട് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്കിന്നൊരു വ്ളോഗ് ഞാൻ എടുക്കുന്നുണ്ട്. സോ കം വിത്ത് മീ ഗൈസ്. നോക്കറോ ചിരിക്കറോ ചിരിക്ക്. നമുക്കുള്ള ഡ്രസ്സ് കിട്ടിക്കാൻ സൂര്യ സിൽസിലാണ്. എടുത്തോ, നീ എടുത്ത ഡ്രസ്സ് എടുത്താ ഇഷ്ടപ്പെട്ട? ചേച്ചി പെട്ടെന്ന് എടുത്തുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ക്ലോത്ത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ KFCയിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. രാവിലെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ KFC പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഞാൻ പ്രജിനോട് പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കുറ്റിക്കോലിൽ നിന്ന് നമുക്ക് ബിരിയാണി കിട്ടും, പക്ഷേ കാഞ്ഞങ്ങാട് വന്നാലും നമുക്ക് KFC കിട്ടുള്ളൂ, അപ്പോൾ KFC കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം KFCയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഡിജിറ്റൽ സാധനം ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇവൾ ഇതൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് അവൾ അതൊക്കെ സംഭവം സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ തന്നെ സെലക്ട് ചെയ്ത് കാർട്ടിലിട്ടിട്ട് നമ്മൾ സാധനം ഓർഡർ ചെയ്തു. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. നമ്മൾ ഈ റഷൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടച്ച് ചെയ്ത് ബില്ല് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 299 ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അതിൽ 2 വലിയ പീസും വേറെ 6 കുഞ്ഞു പീസും ഉണ്ടായിരുന്നു. എനിക്കൊരു 3 പീസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ എക്സ്ട്രാ ആയിട്ട് കെച്ചപ്പും മയോണൈസും നമ്മൾ വേറെ തന്നെ വാങ്ങണമായിരുന്നു. അതിന് 50 രൂപയായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിക്ക് ലാവ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ 99 റുപ്പീസിൻ്റെ ഒരു ലാവ കേക്കും പിന്നെ കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നമ്മളതിൽ പെപ്സി വാങ്ങിയപ്പം അതിൻ്റെ കോംബോ ഓഫറായിട്ട് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ അവൾ അതാണ് ഓർഡർ ചെയ്തത് 99 റുപ്പീസിന്. നമുക്ക് ടോട്ടൽ 575 റുപ്പീസാണ് ഇവിടെ ബില്ല് അയക്കുന്നത്. പക്ഷേ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. ഒരു 2-3 പീസ് കഴിച്ചപ്പം എൻ്റെ കുമ്പ അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ലാവ കേക്ക് ഉണ്ടല്ലോ, വയറ് നിറഞ്ഞാൽ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷേ ഷുഗർ കട്ട് ഉള്ള ആൾക്കാർ ഒരിക്കലും ഇത് കഴിക്കരുത്. ചോക്ലേറ്റ് കം ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാനൊരു ലെഗ് പീസ് എടുത്തു. അതിലൊരു ലെഗ് പീസാണ് ഉണ്ടായിരുന്നത്. അപ്പം അതും മയോണൈസ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിലൊന്നിൽ നാരങ്ങാ നീരൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. ഫ്രഞ്ച് ഫ്രൈസ് ഇച്ചിരി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ലാഗ് അടുപ്പിച്ചുകൊണ്ട് അത് ഇത്തിരി അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ക്രിസ്പിനെസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ബെല്ല ഈസ്റ്റ് എന്ന് പറയുന്ന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നട്ടുച്ചയ്ക്ക് പോകേണ്ട ഇവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ ഈവനിങ് വരത്തില്ലേന്ന്. ഞങ്ങൾ പറഞ്ഞു കുറ്റിക്കോലിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ കുറേ ദൂരം ഉണ്ട് ചേട്ടാ, നമുക്ക് ഇവിടുന്ന് ഇപ്പം അധികം നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേനും ഒരു സമയമാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഈ നേരത്തെ വന്നേന്ന്. പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. ഈവൻത്തോ നമ്മൾ അത് ചെയ്യുന്നതിന് മുമ്പെയാണ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുൾ ടൈം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പം അത് മെൻറ്റൽ ഹെൽത്തിന് നന്നായിട്ട് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീക്ക്ലി ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേനും ട്രെയിൻ പോകുന്നതുകൊണ്ട് ഇവിടെ അടച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ മൗസി പോയി കേട്ടോ. മൗസി വരുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് എന്താ പറയുക ലെൻസ് കാർഡിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മൾ ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു അവിൽ മിൽക്കായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് വേറെ എവിടെ വെച്ചിട്ടും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ ക്ലബിൽ എന്താ പറയുക PSC എഴുതി ജയിച്ചവർക്കും 10ാം ക്ലാസ്സും +2 പാസ്സായവർക്കും ഒക്കെ ഉള്ള അനുമോദനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തുടങ്ങാൻ ലേറ്റ് ആയപ്പോൾ നമ്മൾ അടുത്തുള്ള ഇവിടെ ഒരു മത്സ്യം വിൽക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോൾഡൻ ഫിഷ് പോലത്തെയും പിന്നെ ആഫ്രിക്കൻ മൂസും ഒക്കെ ഉള്ളൊരു കടയല്ല, എന്താ പറയുക, ഇവർ ഇവിടെ വിൽക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ പോയി ഞാനും പിള്ളേരും ഇതൊക്കെ നോക്കി.
പിന്നെ നമ്മൾ തിരിച്ച് ക്ലബിലോട്ടൊക്കെ വന്നിട്ട് ക്ലബിൽ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ പിള്ളേരുടെയും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചായയും കേക്കും കിട്ടി. നമ്മൾ പിന്നെ പരിപാടിക്ക് വരുന്നത് തിന്നാണല്ലോ. അപ്പം പിള്ളേരൊക്കെ ഇതാ ചായ കുടിക്കുന്നുണ്ട്. അപ്പം പരിപാടി കഴിഞ്ഞപ്പാട് നമുക്ക് കട്ടൻ ചായ ആയിരുന്നേ. കട്ടൻ ചായയും അനിയത്തിയുടെ ക്ലിപ്പ് കുറച്ച് ടൈറ്റാക്കിയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അവൾക്ക്. എന്നാലും അവൾ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് തിന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ നാട്ടിൻ്റെ അഭിമാന താരമായ അശ്വിനാണിത്. ഇവൻ വലിയ വടംവലിയുടെ ആളൊക്കെയാണ്.